യുഎസിൽ ഉണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ മലയാളിയല്ലാത്ത തെലങ്കാന സ്വദേശിയായ ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊല്ലപ്പെട്ടു. ന്യൂയോർക്കിൽ നടക്കുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ സംഭവങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വാർത്തയായി പുറത്തു വരുമ്പോൾ അതെല്ലാവർക്കും വേദന പകരാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നവർക്ക് അടുത്ത ബന്ധുക്കളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതും, അവരുടെ അവസാന കാഴ്ച പോലും കാണാൻ പറ്റാതെ ഇവിടെ ബന്ധുക്കൾ എല്ലാവരും നിലവിളിക്കുന്നതും കണ്ടു നിൽക്കാൻ പോലും ആവാത്ത അവസ്ഥയിലൂടെ കടന്നു പോകും എല്ലാവരും. തെലങ്കാന റംഗറെഡ്ഡി ജില്ലയിൽ നിന്നുള്ള ശ്രീപതി ദീപ റെഡ്ഡിയാണ് ന്യൂജേഴ്സിയിൽ വെച്ചുണ്ടായ കാർ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. 37 വയസ്സായിരുന്നു ശ്രീപതിക്ക്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്ത വാർത്തയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് യുവതിയുടെ കുടുംബവും സുഹൃത്തുക്കളും. തൊഴിൽ മേഖലയിലും സമൂഹത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന പ്രിയപ്പെട്ടവരുടെ ആകസ്മിക വേർപാട് വലിയ ആഘാതമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീപതി സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റൊരു വാഹനവുമായി ശക്തിയായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടത്തിൽ കാർ പൂർണ്ണമായി തകരുകയും ഗുരുതരമായി പരിക്കേറ്റ ശ്രീപതി സംഭവസ്ഥലത്ത് വച്ചു തന്നെ ജീവൻ വെടിയുകയുമായിരുന്നു. അപകടത്തെക്കുറിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത പ്രാദേശിക പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. വാഹനങ്ങളുടെ അമിത വേഗതയാണോ അതോ കാലാവസ്ഥ വ്യതിയാനമാണോ അപകടത്തിന് വഴിവെച്ചതെന്ന കാര്യം തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ 2008 മുതൽ ഭർത്താവ് രാമകൃഷ്ണ റെഡ്ഡിക്കൊപ്പം യുഎസിൽ സ്ഥിരതാമസമാക്കിയതാണ് ശ്രീപതി. ദമ്പതികൾ രണ്ടുപേരും യുഎസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇവർക്ക് 2 പെൺമക്കളുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തോടൊപ്പം ജന്മനാടായ തെലങ്കാനയിലേക്ക് മടങ്ങാനിരിക്കെയാണ് വിധി ദുരന്തത്തിന്റെ രൂപത്തിൽ എത്തിയത്. നാട്ടിലെത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കിയിരിക്കെയാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത്. അതിനിടെ വിയോഗത്തിന്റെ കടുത്ത വേദനയിലും മാതൃകാപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ശ്രീപതിയുടെ കുടുംബം. പരേതയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ സമ്മതം അറിയിക്കുകയും ചെയ്തു. തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നതും. അതിന്റെ വേർപാടിൽ തന്നെയാണ് ആ കുടുംബം. പ്രേക്ഷകരും വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ഇപ്പോൾ ഇതിന്റെ വിഷമത്തിൽ തന്നെയാണ് എന്നുകൂടി പറയുന്നു. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെ കേൾക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ വാർത്തയ്ക്ക് പ്രാധാന്യമായി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നു.